ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ മാഇദയിലെ 41-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ പഠിക്കുന്നത്. 40 കൂടി ബാക്കിയുണ്ട് അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تعلم أن الله له ملك السماوات والأرض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير. അലം തഅലം, നിനക്കറിയില്ലേ, നീ മനസ്സിലാക്കിയിട്ടില്ലേ? അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ മുഴുവൻ ആധിപത്യവും അല്ലാഹുവിനുള്ളതാകുന്നു എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതെല്ലാം നമ്മുടേതാണെന്ന രീതിയിൽ നമ്മൾ അഹങ്കാരികളും അഹംഭാവികളുമായി കഴിയേണ്ടതില്ല. നമുക്കുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതെല്ലാം അതിൻ്റെ പരമമായ അധികാരിയും അതിൻ്റെ അധികാരവും ആർക്കാണ്? അല്ലാഹുവിനാണ്. മനുഷ്യന് അവനെക്കുറിച്ച് തന്നെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ളൊരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ അധികാരങ്ങളും നമുക്കായി എന്തൊക്കെയുണ്ടെന്ന് നാം വിചാരിക്കുന്നുവോ അതിൻ്റെയൊക്കെ മുൽക്ക്, പരമമായ അധികാരം ആർക്കാണ്? അല്ലാഹു. അതാണ് ഇത്തരം ആയത്തുകൾ ഇങ്ങനെ ഇടയ്ക്ക് ആവർത്തിച്ചു വരുന്നത്. അലം തഅലം, നിനക്കറിയില്ലേ, നീ മനസ്സിലാക്കിയിട്ടില്ലേ? അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു ആകാശ ഭൂമികളുടെ മുഴുവൻ ആധിപത്യവും. അതുകൊണ്ട് തന്നെ യുഅദ്ദിബു മൻ യശാ വയഗ്ഫിറു ലിമൻ യശാ, അദാബും മഗ്ഫിറത്തും അല്ലാഹുവിൻ്റെ മശീഅത്തിൽപ്പെട്ടതാകുന്നു. യുഅദ്ദിബു, അവൻ ശിക്ഷിക്കുന്നു, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ. വയഗ്ഫിറു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. അല്ലാഹ് ശിക്ഷിക്കുന്നു, അല്ലാഹ് പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹ് വെറുതെ മനുഷ്യന്മാരെ ശിക്ഷിക്കുകയോ അദ്ദേഹത്തിന് വെറുതെ പുറത്തു കൊടുക്കുകയോ ചെയ്യുന്നതല്ല. നേരെ മറിച്ച് നേരത്തെയുള്ള ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനുഷ്യന് ജീവിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള സ്വതന്ത്രമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവനെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച്, കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിത പാഠങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ. അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പഠിച്ചവൻ എന്ത് ചെയ്യും? അവനെ രക്ഷ കൊടുക്കും. അതിന് വിരുദ്ധമായി അവൻ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കും. അല്ലാതെ അള്ളാഹ്ക്ക് മനുഷ്യന്മാരെങ്ങനെ ശിക്ഷിക്കുക എന്നുള്ളതിൽ എന്തില്ല, ഒരു സന്തോഷമൊന്നും കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. അത് റസൂലിനോട് തന്നെ പറയാൻ വേണ്ടി പറയുന്ന രൂപത്തിലാണ് ഖുർആൻ പറഞ്ഞത്. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, നബിയെ നിങ്ങൾ വിവരം അറിയിക്കണം. എന്ത്? അള്ളാഹിനെ കുറിച്ചുള്ള വിവരം അറിയിച്ചു കൊടുക്കണം നമ്മൾ. അന്നീ അനൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഗഫൂറാണ്, ഗഫാറാണ്, ഗഫിറുൽ ദംബാണ്, ഇതൊക്കെ ഖുർആൻ പറഞ്ഞത്. അതേപോലെ തന്നെ റഹീം, അവൻ കരുണ ചൊരിയുന്നവൻ. അതേപോലെ മറ്റൊരു വശമോ വഅന്ന അദാബി
ഹുവൽ അദാബുൽ അലീം. അള്ളാഹ് ശിക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷയോ അത് വേദനാജനകമായ ശിക്ഷയുമായിരിക്കും എന്നും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചാകുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. എല്ലാ മനുഷ്യൻ്റെയും ശുഭാശുഭങ്ങൾ എന്ന് പറഞ്ഞാൽ ശുഭാശുഭം, ത്വാഇർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാഗധേയം, മനുഷ്യൻ്റെ ഭാഗധേയം നമ്മൾ പറയല്ലോ, അതാണ് ശുഭവും അശുഭവും. അത് ത്വാഇർ എന്ന അതിന് അറബിയിൽ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ത്വാഇർ എന്താ? പക്ഷി. പണ്ട് കാലം മുതലേ മനുഷ്യന്മാർക്കുണ്ടായിരുന്ന, മനുഷ്യ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമായിരുന്നു ഈ ലക്ഷണക്കേട്, കുരുത്തക്കേട് എന്നൊക്കെ നമ്മൾ പറയാം, ശുഭം അശുഭം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് പക്ഷിയുമായി ത്വാഇർ, തീറത്ത്, തത്തയ്യൂർ എന്നൊക്കെയുള്ള പദങ്ങളാണ് ഖുർആനിലും വന്നിട്ടുള്ളത്, പ്രവാചകൻ്റെ തിരുവചനങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷി വലത് ഭാഗത്തൂടെ പറന്നു പോയാലത് ഗുണം, ഇടത് ഭാഗത്തൂടെ പറന്നു പോയാലോ ദോഷം. അപ്പോൾ പക്ഷിയുടെ ശബ്ദം, പക്ഷി എങ്ങനെയാണ് പറക്കുന്നത് നോക്കി ഗുണവും ദോഷവും ഖൈറും ഷെറും തീരുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും അതുണ്ട്. ഉണ്ട്. പക്ഷികൾ പിന്നെ കുറുകുന്നതും പോകുന്നതനുസരിച്ച് പല്ലി ചലിച്ചാൽ വരെ, ചില പക്ഷികൾ കുറുകിയാൽ വരെ അപ്പം വ്യത്യാസം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഈ അന്ധവിശ്വാസം ഇതേപോലെയുള്ള ശുഭ അശുഭ ലക്ഷണങ്ങൾ നോക്കുന്നത് പണ്ട് കാലത്തെ അല്ലാതെ ഈ കാലത്തും ഉണ്ട്. കാരണം എന്താ? ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ, സുഹൃത്തുക്കളോട് കൂടി ഇരിക്കുന്ന സദസ്സിൽ ഒരു പക്ഷിയാണ് പാറിപ്പോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു ഖൈർ ഖൈർ, അത് നല്ല ഗുണമാണ്, ഗുണമുള്ള പക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുത്തി, ലാ ഖൈറ വലാ ശർറ, അതിലൊരു ഖൈറും ഒരു ഷെറും. പക്ഷിയാണ് പറന്നു പോകുന്നതിലോ ഒരു പക്ഷി ശബ്ദിക്കുന്നതിലോ ഒന്നും നിങ്ങൾക്ക് ഖൈറും ഷെറും ഇല്ല. നമ്മളെ ഖൈറും ഷെറും എവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈമാൻകാരിയല്ലേ? ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അത് വേറെ ഏതെങ്കിലും ഒരു ശക്തിയിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വസ്തുവിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്തായി? ആ ഈമാനിൽ കളങ്കം വരിക. അതാണ് അള്ളാഹുവിൽ നിന്നുള്ളത് വേറൊരു സ്ഥലത്തു നിന്ന് പ്രതീക്ഷിച്ചാൽ അതിനെ ശിർക്ക് എന്ന് പറയാം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ റദ്ദത്തുഹു തീറത്തു, ഇതേപോലെയുള്ള ദുശ്ശകുനം നോക്കുന്നത് ആരുടെ മിൻ ഹാജത്തിഹി, ആരുടെയെങ്കിലും ആവശ്യങ്ങളിൽ നിന്ന് അവനെ തിരിച്ചുവിടുകയാണെങ്കിൽ ഫഖദ് അശ്റക, അവന് ശിർക്കാണ് ചെയ്തത്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ കാറൊക്കെ സ്റ്റാർട്ടാക്കി പുറപ്പെടുകയാണ്, അപ്പോഴാണ് ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്ത് പോകുന്നത്. അയ്യോ, ഇതാണ് ഇന്നത്തെ കാര്യം, കുഴപ്പത്തിലായത് തന്നെ. എന്നിട്ട് അയാൾ പോകാതെ മടങ്ങിപ്പോയാൽ അയാൾ ശിർക്ക് ചെയ്തു. എത്ര ഗൗരവം നോക്കി. അവനെ തൻ്റെ ആവശ്യത്തിൽ നിന്നും മടക്കി അയക്കുകയാണ് എങ്കിൽ, ഈ തീറത്ത്, ഈ വിശ്വാസം അവനെ മടക്കി അയക്കുകയാണെങ്കിൽ അവൻ ശിർക്കിലേക്കാണ് പോകുന്നത്. കാരണം എന്താ? അവനൊരു ഗുണവും ദോഷവും വരുന്നത് പൂച്ച വിലങ്ങ് വാഞ്ഞത് കൊണ്ടാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഏത് വിശ്വാസത്തിൽ മായം കലർന്നു? എൻ്റെ ഖൈറും ഷെറും പഠിച്ചവനാണ് തീരുമാനിക്കുന്നതിൽ മായം കലർന്നു. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. എത്ര ഗൗരവമുള്ള സംഗതി ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. അത് ഈ കാലത്ത് ഒരു അന്ധവിശ്വാസം ഈ കാലത്തും ഉണ്ട് അല്ലേ? വസ്തുക്കൾക്ക് മാത്രമല്ല, നമ്പറിന് വരെ എന്തുണ്ട്. ഇപ്പോൾ 13 നമ്പർ എല്ലാവർക്കും പേടിയാണ്. എന്താ 13ന് പേടി? 13 നമ്പറിലെ റൂം വേണ്ട, 13 നമ്പറിലെ കാറ് വേണ്ട, പിന്നെ 12 കഴിഞ്ഞാൽ ചില ലോഡ്ജിലൊക്കെ ഉണ്ടാവും 12, പിന്നെ 12 13 നമ്പർ ഉണ്ടാവും. ഇടാൻ പേടിയുണ്ട് ഉടമസ്ഥന്മാർക്ക്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ നമുക്ക് ദോഷം ബാധിക്കുന്നത് വേറെ എന്തിൽ നിന്നൊക്കെയാണ് എന്നുള്ള പേടി. അപ്പൊ നല്ല നാള്, ദുർദിനം, ദുശ്ശകുനം, ഇങ്ങനെയുള്ള സംഗതിയൊന്നും ഇസ്ലാമിൽ പറഞ്ഞതില്ല.
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എല്ലാ മാസവും ആഴ്ചയും സമയവും നമുക്ക് അള്ളാഹ് ജീവിക്കാൻ അനുവദിച്ച എല്ലാ സമയവും എന്താണ്? ഗുണകരമാണ്. അത് നാളെ നോക്കി ഇപ്പം നോക്കൂ, ഒരു കല്യാണമൊക്കെ ഉറപ്പിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കലണ്ടർ എടുക്കാൻ പറയും അല്ലേ? ദിവസം ഉറപ്പിക്കാനാണ്. ശരിക്കും എന്തിനാണെന്ന് അധികം ആൾക്കാരും നാസിൻ്റെ ദിവസം ഉണ്ടോ അല്ലേന്ന് നോക്കാൻ. നാസിൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെക്കുന്ന ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസം തന്നെ മുഹറം മാസം പഠിച്ചവൻ പറഞ്ഞ മിൻഹ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്. അതിലൊന്നാണ് മുഹറം. അത് നാസിൻ്റെ മാസമായി കാണുന്ന ആൾക്കാരുണ്ട്. മാസം മറിഞ്ഞ് കാണാൻ പാടില്ല എന്ന് പറയും. മറിഞ്ഞ് കണ്ടാൽ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ മുസീബത്തുണ്ടാവും, കുരുത്തക്കേടുണ്ടാവും. എന്നിട്ട് മുഹറം മാസം മേപ്പെട്ട് വെക്കാതെ ഇങ്ങനെ നടക്കും. അഥവാ കണ്ട് ഏതെങ്കിലും തെങ്ങിൻ്റെ ഓലൻ്റെ അടിയിൽ കൂടെയൊക്കെ മറിഞ്ഞ് കാണുകയാണെങ്കിലും മാസം മറിഞ്ഞ് കണ്ടാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കൂല. ആ മറിഞ്ഞ ഭാഗം ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റൂല എന്ന് മാത്രമേ സംഭവിക്കണുള്ളൂ. വേറെ ഒന്നും ചെയ്യണില്ല, സംഭവിക്കണേ. ഇത് വിശ്വാസമാണ് മനുഷ്യന്മാരെ. നോക്കി നിങ്ങൾ. അപ്പൊ അള്ളാഹുവിൽ നിന്നാണ് ഖൈറും ഷർറും. അതാണ് മർമ്മം. ഈമാൻ കാര്യമാണ്. ആ മർമ്മത്തിൽ എന്ത് ചെയ്യുന്നു? മായം കലരുന്നു. അതാണ് ശിർക്കിലേക്ക് നമ്മൾ അറിയാതെ പോണെന്ന് പറയുന്നത്. അങ്ങനെ ഗുണം ദോഷം പിന്നെ വിചാരിക്കണ പോലെ തന്നെ ഗുണവും മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ട്. വലിയൊരുനാളിൻ്റെ ദിവസം സുബഹിക്ക് ഒരു കിണറ്റിൽ നിന്ന് ആദ്യമായി മുക്കിയെടുക്കുന്ന വെള്ളം സംസം വെള്ളമാണ് എന്നുള്ള വിശ്വാസം ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഒരു തലാട്ടുണ്ട്, പണ്ടുണ്ടായിരുന്നു. അങ്ങനെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, അത് ആദ്യമായിരിക്കണം. വലിയൊരുനാണ്ടെന്ന് ആദ്യം ഫ്രഷ് ഒരു കിണറ്റിൽ നിന്ന് മോട്ടർ ഇട്ട് അടിച്ചു കയറ്റാൻ പറ്റൂല. ബക്കറ്റ് കൊണ്ട് കോരി എടുക്കുന്ന ആദ്യത്തെ കോരല് സംസം വെള്ളത്തിന്റെ മാതിരിയാണെന്നല്ല, സംസം വെള്ളമാണ്. അപ്പോൾ ഒരു കിണറ്റിൽ നിന്ന് ഞാൻ 4-5 പരക്കാര് കോരുന്നവരുണ്ടെങ്കിൽ അതിനടിയാവില്ല. ആദ്യത്തെ കോരല് ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ളതിന് ഇതൊക്കെ എവിടുന്ന വിശ്വാസം വന്ന് അങ്ങനെ വിശ്വസിച്ച് പോകണം മനുഷ്യന്മാർ. അപ്പോൾ നോക്കൂ, എവിടെ ഏത് മർമ്മത്തിലാണ് പിടിക്കണമെന്നോ? ഗുണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ദോഷം കടന്നു വരുന്നത് ഇന്നാലിന്ന കാര്യത്താലാണെന്ന വിശ്വാസം. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഫഖദ് അശ്റക എന്ന് റസൂൽ പറഞ്ഞു. കാരണം എന്താ? എന്തിനാ പങ്കുവെക്കുന്നത്? അള്ളയാണ് ചെയ്യണത്. അള്ള ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ വേറൊരാളെ എന്ത് ചെയ്യാണ്? പങ്കു ചേർക്കുകയാണ് എന്നതാണ്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ ശുദ്ധീകരണം നടക്കേണ്ടത്. ഈ മാസം നഹ്സ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിലില്ല. അപലക്ഷണം, ദുർലക്ഷണം, ദുർദിനം എന്ന സംഗതി. അതുകൊണ്ട് മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? നിക്കാഹ് ഒന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഏതായാലും ആ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നാ പറയാം. ഹൗസ് വാമിംഗ് ആണെങ്കിലോ 10 കഴിഞ്ഞോട്ടെ. ഒരു ഷോപ്പ് തുറക്കുകയാണെങ്കിൽ അതാണ് കഴിഞ്ഞോട്ടെ. ഇതൊന്നും ഇല്ലാത്തവരും ഇങ്ങനെ വിശ്വാസം ഇല്ലെങ്കിലും എന്നാലും അതാണ് കഴിഞ്ഞോട്ടെ. അതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്തിനാ നിൽക്കണേ? നമ്മളന്ന് നടത്തുകയാണ് വേണ്ടത് കേട്ടോ. വെള്ളിശ്ശരാവണ എന്നാ നടത്തിന്, അന്നേ നടത്തുള്ളൂ കല്യാണങ്ങളൊക്കെ. അറവൻ സാഹിബിന്റെ വെള്ളിയാഴ്ചരാവിലേനി നിങ്ങൾ കല്യാണം അല്ല, അതിനൊരു സംഗതി അതുണ്ടാകും. അപ്പൊ ഈ നെഹസ് ദിനം എന്നൊരു സംഗതി എന്തില്ല ഇസ്ലാമിൽ. സമയം അതേപോലെ തന്നെ നാള് നോക്കുക, ദിവസം നോക്കുക, നല്ല നേരം നോക്കുക. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന ഇന്ത്യ മഹാരാജ്യത്തിന് 1947 ഓഗസ്റ്റ് അർദ്ധരാത്രി എന്ന് പറയണം അല്ലേ? എന്താ അർദ്ധരാത്രി ആകാൻ കാരണം? പകല് നേരില്ല. 10 പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് എന്നാ ഓഗസ്റ്റ് 14 ഒന്നിച്ചല്ലത് പ്രഖ്യാപിച്ച്. ഓർക്ക് അതൊന്നൊരു പ്രശ്നമില്ല. ഓരോ ഓഗസ്റ്റ് 14 ആഘോഷിച്ചു. നമ്മളെ ആൾക്കാർ ഇതാണ് പ്രഖ്യാപിച്ചപ്പോൾ നാളെ നോക്കി കബഡി നിരത്തി ജ്യോത്സ്യന്മാരൊക്കെ വന്നു. നാള് ശരിയില്ല, പകല് സംഗതി. അതുകൊണ്ടാണ് നീട്ടി വെച്ചു. ഏത് അർദ്ധരാത്രി ആഘോഷം നേരം പുലർന്നിട്ട് എന്ന് ആഗസ്റ്റ് 15 അവിടെ നിന്ന് തുടങ്ങിയാണ് സംഗതി. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഉള്ള
കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനും ജീവിതവും നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് ഈ അനുഗ്രഹത്തിന് വേണ്ടി ശുക്ർ ചെയ്യാൻ വേണ്ടി. അതാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. പിന്നെ അവൻ നമ്മളെ എങ്ങനെ ജീവിക്കണം എന്നതിന് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള അതിൻ്റെ കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ. അത് ലോകാവസാനം വരെ ഇനി ജീവിക്കേണ്ട മനുഷ്യന്മാർക്കുള്ളതാണത്. അതിന് മുമ്പുള്ളതാണ് തൗറാത്ത്, ഇഞ്ചീൽ. ആ വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തൗറാത്ത്, ഇഞ്ചീലെ കാര്യങ്ങളൊക്കെ. അതിൽ മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാനാണ് ശിക്ഷാ നിയമം. അതിൻ്റെ ഒരു ശിക്ഷാ നിയമമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്താണ്? മോഷ്ടിച്ചാൽ കൈ മുറിക്കണം എന്നത്. അങ്ങനെയുള്ള ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ആ കുറ്റം കൃത്യം എന്ത് ചെയ്യും? അത് വളരെയധികം സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രങ്ങളിൽ അത് എന്നും വളരെ കുറ്റകൃത്യങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ അത് വളരെ താഴ്ന്ന നിലയിലാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു നിയന്ത്രണമില്ലാത്ത രാജ്യങ്ങളിലാണെങ്കിലോ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പിന്നെ പൈസ കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയും. അവിടെ കൃത്യമായ നീതിയില്ല, വിധിയില്ല, അവിടെ കാര്യങ്ങളൊന്നും ന്യായപ്രകാരം നടക്കൂല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിലും മനുഷ്യനെന്ത് ചെയ്യും? തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എങ്ങനെയെങ്കിലും മനുഷ്യനെ രക്ഷിക്കണം എന്ന് ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് ജീവിക്കാനുള്ള ജീവിത പാഠങ്ങളെയൊക്കെ പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. അള്ളാഹു കരുണാമയനാണ്, അളവറ്റ ദയാപരനാണ്. നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് വരണം, സ്വർഗത്തിലേക്ക് വരണം. അള്ളാഹുവിൻ്റെ മശീഅത്ത്. അപ്പോൾ ഇവിടെ എന്താന്ന് പറയുന്നത്? യുഅദ്ദിബു മൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവനെ അവൻ ശിക്ഷിക്കും. വയഗ്ഫിറു ലിമൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പാപവിമുക്തി നൽകുകയും ചെയ്യും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ ഏത് സമൂഹത്തെക്കുറിച്ചാണ് പഠിച്ചത്? വസീലയുടെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു പോകുന്നത് ജൂത സമൂഹത്തെയാണ്, വേദക്കാരെക്കുറിച്ചാണ്, ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ചാണ്. ഇനി പ്രവാചകനോട് മൊത്തത്തിലുള്ള ഒരു ഉണർത്തൽ എന്ന നിലക്കാണ് പറയുന്നത്. യാ അയ്യുഹർ റസൂൽ, അല്ലയോ തിരുദൂതരേന്ന്. അയ്യുഹർ റസൂൽ സംബോധന നോക്കൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് വിളിക്കുന്നത്? യാ അയ്യുഹർ റസൂൽ, അല്ലയോ തിരുദൂതരെ. നബിയെ ഒരിക്കലും ഖുർആനിൽ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ആദം നബി മുതലുള്ള അമ്പിയാക്കളെ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചോൻ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. പേര് വിളിക്കാന്ന് പറഞ്ഞു. യാഹ്യുൻ നബിയുണ്ട്, നബിയെ എന്നല്ല പറഞ്ഞേ. യാ മുഹമ്മദ് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. യാ ആദം എന്നുണ്ട്. ഇബ്രാഹിം നബീനെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. മൂസാ നബിനെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. യാ യഹ്യ എന്ന് വിളിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിനെ പേരെടുത്ത് പഠിച്ചും വിളിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക യാ അയ്യുഹൽ മുദ്ദസ്സിർ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. എങ്ങനെ വിളിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ പറയാം. ഏതായാലും പേരെടുത്ത് വിളിച്ചിട്ടില്ല. അത് നബിനോടുള്ള ചിലപ്പോൾ എന്തായിരിക്കും? ഒരു സ്നേഹം കൊണ്ടായിരിക്കണം. പഠിച്ചോ? അതെ അതെ. സൃഷ്ടികൾ മറ്റമ്പിയാക്കളിൽ നിന്ന് എന്തായാലും ഒരു സവിശേഷതയും പ്രത്യേകതയും ആർക്കുണ്ട്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ പിന്നെ പേര് നമ്മൾ ഈ നാട്ടിലുള്ളൂ. ഇപ്പോൾ പിന്നെ ഭാര്യ ഭർത്താവിനെ പേര് വിളിക്കും. പേര് വിളിക്കുന്നതിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു കുറ്റമുണ്ടോ? കുറവുണ്ടോ? അതിന് ഉത്തരം ഇവിടുന്ന പറയണ്ടേ? പേര് വിളിക്കലുണ്ടോ? ഇവിടെ അങ്ങനെ വിളിക്കില്ല. പിന്നെന്താ വിളിക്കല്?
നോക്കി അങ്ങോട്ട് നോക്കിയതാണ്. അപ്പൊ ഭർത്താക്കന്മാരുടെ പേരൊക്കെ ഇങ്ങോട്ട് നോക്കിയതാണ്. യാസറിന്റെ അപ്പ, അല്ലെങ്കിൽ യൂനിസിന്റെ അപ്പ, അല്ലെങ്കിൽ കുട്ടികളെ വാപ്പ അല്ലേ. അങ്ങനെ തമാശയും പറയലുണ്ട്. ഒരു ഭർത്താവിന്റെ പേര് ഇബ്രാഹിമായിരുന്നു. അപ്പൊ ഇബ്രാഹിം എന്ന പേര് പറയാൻ പാടില്ലല്ലോ. സ്വലാത്തിൽ വരെ അല്ലാഹുമ്മ സ്വല്ലി അലാ കുട്ടികളാപ്പ ആ പേര് അവിടെ വരെ വിളിക്കാൻ പാടില്ല. തമാശ കേട്ടോ. അങ്ങനെയൊന്നുമില്ല, പേര് വിളിക്കുന്നതിന് വിരോധമല്ല കേട്ടോ. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? യാ മുഹമ്മദ് ഏതായാലും വിളിച്ചതായിട്ട് എവിടെയും കാണുന്നില്ല. പിന്നെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലെ എന്ത് ചെയ്യാം, സംബോധന ചെയ്യാം. റസൂലുള്ളാഹ് എന്ന് ആയിഷ ബീവി സംബോധന ചെയ്തൊക്കെ ധാരാളമായി കാണാൻ കഴിയും. ഒരു ആദരവ് അതിൽ വെച്ച് പുലർത്തുന്നത് എന്താണ്? നല്ലതാണ്. അത് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് വേണം? ആ സ്നേഹവും ആദരവും ഒക്കെ അതോടുകൂടി തന്നെയായിരിക്കണം. പുരുഷന്മാർ സ്ത്രീകളെ ആദരിക്കണം എന്നാണ് പറയുന്നത്. പുരുഷന്മാർ സ്ത്രീകളെ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഖിയാറുക്കും, നിങ്ങളിൽ ഉത്തമന്മാർ അമാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. അവരെ ആദരിക്കുന്നവരാകുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യന്മാർ. ദീനിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല, ആരുമായിട്ടും ഉണ്ടാകാൻ പാടില്ല. ദീനിന്റെ കാര്യത്തിൽ ഭാര്യ ഭർത്താവ് എന്നല്ല, മാതാപിതാക്കളുമായിട്ട് ഇവരെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോംപ്രമൈസ് നടത്താൻ പാടില്ല. അപ്പോൾ ദീനിനെതിരായ കാര്യമാണ് ഉപ്പയും ഉമ്മയും പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനും വിശുദ്ധ ഗ്രന്ഥത്തിനും എതിരായ ഒരു കാര്യം ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കേണ്ടത്. അതുകൊണ്ടാണ് ലാ ത്വാഅത ലി മഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനും ഒരു അനുസരണവുമില്ല ഫി മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്. ആ സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല എന്നാണ്. അനുസരണം അള്ളാഹ്ക്ക് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ദീനിൻ്റെ കാര്യത്തിൽ ആരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്താൻ പാടില്ല. അവിടുന്ന് നമ്മൾ വന്ന് യാ അയ്യുഹർ റസൂൽ അല്ലേ, അല്ലയോ തിരുദൂതരെ, അല്ലെങ്കിൽ അല്ലയോ പ്രവാചകരെ, ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ, സത്യനിഷേധത്തിൽ സാറാ യുസാരിയു എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുക എന്നാണ്. അപ്പോൾ കുതിച്ചു ചെല്ലുക, അതൊക്കെയാണത് യുസാരി. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്നൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അരികിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരുവിൻ. അപ്പോൾ എന്തിനാണ് അവർ ധൃതി കാണിക്കുന്നത്? സത്യനിഷേധത്തിൽ കേട്ടോ, സത്യനിഷേധത്തിലേക്ക് കുതിച്ചു ചെല്ലുന്നവർ, അല്ലദീന യുസാരിഊന ഫിൽ കുഫർ, സത്യനിഷേധത്തിലേക്ക് കുതിച്ചു ചെല്ലുന്നവരുടെ കാര്യത്തിൽ അവരുടെ പ്രവൃത്തി ഒരിക്കലും താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ലാ യഹ്സുൻക, താങ്കൾക്ക് ദുഃഖമുണ്ടാകേണ്ടതില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആരെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ, അതിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റസൂലിൻ്റെ മതാധ്യാപനങ്ങളെ സ്വീകരിക്കാതെ അതിന് വിരുദ്ധമായി പ്രവാചകനെ പരിഹസിച്ചും നിഷേധിച്ചും കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, അവർ ഇതിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ താങ്കൾ എന്ത് ചെയ്യേണ്ടയില്ല, ദുഃഖിക്കേണ്ടയില്ല. കുഫ്റിലേക്കാണ് അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. പിന്നെ സൂറ കഹ്ഫിൽ പറയുന്നുണ്ട് ഇങ്ങനെ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. നബിൻ്റെ ഈ മനോദുഃഖം കണ്ടിട്ട്
റസൂലിനെ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു വചനാണ് ഫലഅല്ലക ബാഖിഉൻ നഫ്സക. ബാഖി എന്ന് പറഞ്ഞാൽ ഹാലിക്കുൻ നഫ്സക അല ആസാരിഹിം. അവിശ്വാസികൾ അവരുടെ അവിശ്വാസത്തിൽ തന്നെ മുഴുകി നിൽക്കുന്നത് കാരണം, വിശ്വാസം സ്വീകരിക്കാത്തത് കാരണം അതിൽ ദുഃഖിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കാറാകുന്നു റസൂലേ എന്ന് പറഞ്ഞു. മനോവ്യഥയാൽ മനുഷ്യനെ ഈ മനോവ്യത, ദുഃഖം, സങ്കടം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ശരീരത്തിൻ്റെ തന്നെ അവശത അതുമൂലം ഉണ്ടാകുന്നു. ഇതൊക്കെ അങ്ങനെ വരെ ഉണ്ടാകുന്നു എന്നാണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം. എന്തിൻ്റെ പേരിൽ? ഇല്ലം യുഅ്മിനൂ ബിഹാദിൽ ഹദീസി അസഫാ. അതിനെപ്പറ്റി താങ്കൾക്ക് ഖേദമുണ്ടാകുന്നു. അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നില്ലല്ലോ എന്നതാണ് ആരുടെ സങ്കടം? റസൂലിൻ്റെ സങ്കടം. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇവിടെ അതാണ് മൊത്തത്തിൽ പറയുന്നത്. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്ർ. അത് ആരൊക്കെയാണത്? മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. മിനല്ലദീന ഖാലൂ, ഇങ്ങനെ പറയുന്നവരാണ് അവർ. എന്താണ് അവർ പറയുന്നത്? ആമന്നാ ബി അഫ്വാഹിഹിം, അവർ അവരുടെ വായ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ഖാലു ആമന്ന, അവരെന്താ പറയുന്നത്? ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നവർ പറയും. അത് ഈമാൻ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്? ബി അഫ്വാഹിഹിം. ഫം എന്നതിൻ്റെ ബഹുവചനാണത് അഫ്വാഹ് എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അഫ്വാമ് എന്നല്ല, ഫമുൻ എന്നാണ് ഏകവചനം. ഫം എന്ന് പറഞ്ഞാൽ എന്താ? വായ. ബഹുവചനം വരുന്നതോ അഫ്വാഹ്, ഹ എന്നാണ് അവസാനം വരുന്നത്. അതാണ് അഫ്വാഹിഹിം. ആമന്നാ ബി അഫ്വാഹിഹിം. എന്നാലോ വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിശ്വാസികൾ ആരാണ്? കപടവിശ്വാസികളുണ്ട്. കപടവിശ്വാസികൾ അപ്പോൾ ഇവരൊക്കെ അങ്ങനെ തന്നെയാണ്. ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ അവർ വിശ്വസികളാളുണ്ട്. യഥാർത്ഥ വിശ്വാസക്കാരായ നിഷ്കളങ്കരായ വിശ്വാസികൾ മുൻ വേദക്കാരിലുണ്ട്. وَإِنَّ مِنْ أَهْلِ الْكِتَابِ لَمَنْ يُؤْمِنُ بِاللَّهِ وَمَا أُنْزِلَ إِلَيْكُمْ وَمَا أُنْزِلَ إِلَيْهِمْ خَاشِعِينَ لِلَّهِ. അങ്ങനത്തെ ആൾക്കാരും ആരിലുണ്ട്? വേദക്കാരിലുണ്ട്. വേദക്കാരിൽ നിങ്ങൾക്ക് അവതരിച്ച ഈ ഗ്രന്ഥത്തിലും അവർക്ക് മുമ്പ് അവർക്ക് അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നവരുണ്ട് നബിയെ. ഖാശിഈന ലില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് അവർ എന്ന് പറയുന്നത്. ലാ യശ്തറൂന ബിആയാത്തില്ലാഹി സമനൻ ഖലീല. അല്ലാഹുവിൻ്റെ വേദപുസ്തകത്തിലെ ഒരു സൂക്തം കൊണ്ടും ഒരു ആയത്ത് കൊണ്ടും അതിനെ അവർ തുച്ഛമായ വിലക്ക് വിറ്റുകളയുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ ആരിലുണ്ട്? വേദക്കാരിലുണ്ട് എന്നും ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ആമന്നാ ബി അഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. അതേപോലെ തന്നെ അവിടെ ഒരു 3 പുള്ളി കണ്ടില്ലേ അല്ലേ? ഈ 3 പുള്ളി 2 സ്ഥലത്ത് വന്നാൽ അടുപ്പുങ്കല്ല് മാതിരി കണ്ട അടയാളം അല്ലേ? അങ്ങനെ വന്നാൽ എന്താ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താം നമുക്ക്. കേട്ടോ, വഖഫ് ചെയ്തു ഓതാ. ഇനി ഇവിടെ നിർത്തിയിട്ട് ഓതുകയാണ്. വമിനല്ലദീന ഹാദു, ജൂതരായിട്ടുള്ളവരിലും ഇത്തരക്കാരായ ആളുകളുണ്ട്. ജൂതന്മാരായ ആളുകൾ. അവരുടെ സ്വഭാവം എന്തൊക്കെയാന്ന് പിന്നെ പറയുന്നത്. സമ്മാഊന ലിൽ കദിബ്. കദിബ് എന്ന് പറഞ്ഞാൽ എന്താ? കളവ്, വ്യാജം, സത്യവിരുദ്ധമായ കാര്യം. അതാണ് സമ്മാഊന ലിൽ കദിബ്. അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരാകുന്നു അവർ. സാമിയ എന്ന് പറഞ്ഞാൽ ശ്രോതാവ്, കേൾക്കുന്നവൻ. സമ്മാ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവനാണെന്ന് പറയാം. സമ്മാഉൻ, സാമിഉൻ, സമ്മാഉൻ. അതിൻ്റെ ഫഅാൽ രൂപത്തിലാണ് വരുന്നത്. ജാബിറുൻ, ജബ്ബാറുൻ, ഖാഹിറുൻ, ഖഹാറുൻ പോലെ. മനസ്സിലായല്ലോ? വസമ്മാഊന ലിൽ കദിബ്. അസത്യത്തെ, വ്യാജത്തെ അവർ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അതേപോലെ സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യഅതൂക്.
താങ്കളുടെ അരികിൽ വന്നിട്ടില്ലാത്ത മറ്റ് ആളുകളുടെ കാര്യങ്ങളും അവർ ശ്രദ്ധയോടുകൂടി കേൾക്കും. നബിന്റെ കാര്യങ്ങളൊന്നും വല്ലാതെ ശ്രദ്ധിച്ചു. മറ്റോലെന്താ പറയുന്നത്, ഇന്ന ആൾക്കാരെന്താന്ന് പറയുന്നതാണ് അവർ ശ്രദ്ധാപൂർവം കേൾക്കുന്നത്. അവർ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? ദൈവദൂതനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? യുഹർരിഫൂനൽ കലിമ മിൻ ബഅദി മവാദിഇഹി. വേദവാക്യങ്ങൾ, കലിമത്ത് എന്നതിന്റെ ബഹുജനാണത് കലിം എന്നുള്ളത്. കലിം കേട്ടോ, കലിമത്ത് കലിമാത്തും ഉണ്ട്. ഇവിടെ എന്താണ്? കലിം, വാക്യങ്ങൾ. ഇവിടെ വാക്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദവാക്യങ്ങളാണ്. ആ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റുന്നുണ്ട്. അവർക്ക് ഇറങ്ങി കിട്ടിയ വേദവാക്യം എന്താണ്? തൗറാത്തും ഇഞ്ചീലും. അതും അവരെന്ത് ചെയ്യുന്നുണ്ട്? മാറ്റുന്നുണ്ട്. അതിലെ നിയമങ്ങൾ അനുസരിച്ചല്ല അവർ വിധി കൽപ്പിക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവരെടുക്കുന്നു. അവർക്കെതിരായി വരുന്നത് എന്ത് ചെയ്യുന്നു? അവർ അവഗണിക്കുന്നു. ഇതൊക്കെ അതിൽ ഈ ആശയത്തിൽ വരുന്നതാണ്. അപ്പൊ നോക്കൂ, യുഹരിഫൂന, ഹറഫ യുഹരിഫു എന്ന് പറഞ്ഞാൽ മാറ്റി മറിച്ചു, ദുർവ്യാഖ്യാനം ചെയ്തു. അൽ കലിമ മിൻ ബഅദി മവാലി, അതിന്റെ സ്ഥാനത്തിൽ നിന്ന്. ഓരോ ആശയങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ വാക്കുകളും വാക്യങ്ങളും വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത്. അവർ അതിനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ വ്യതിചലിപ്പിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് യഖൂലൂൻ, അവർ പറയുന്നത് എന്താണെന്നോ? ഇൻ ഊതീതും ഹാദാ ഫഖുദൂഹു. നിങ്ങൾക്ക് ഇൻ ഊതീതും ഹാദാ, ഇതാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത് എങ്കിൽ അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. ഈ വേദവാക്യം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നവർ പറയും. വഇല്ലം തുഅതൂഹു ഫഹദറൂ. ഇനി നിങ്ങൾക്കതിൽ കിട്ടിയിട്ടില്ലാത്തതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ജാഗ്രത പാലിക്കുകയും ചെയ്യണം, അതിനെ സൂക്ഷിക്കുകയും ചെയ്യണം എന്നവർ പറയുകയും ചെയ്യും. വമൻ യുരിദില്ലാഹു ഫിത്നതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫിത്ന എന്ന് പറയാൻ എന്താ? കുഴപ്പം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും പരീക്ഷണത്തിലകപ്പെടുത്താനോ ആരെങ്കിലും കുഴപ്പത്തിലകപ്പെടുത്താനോ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈആ. അവന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ ഉടമപ്പെടുത്തി കൊടുക്കാൻ റസൂലെ നിങ്ങൾക്ക് കഴിയില്ല. അതൊരു കാര്യം വിചാരിച്ചാൽ റസൂലാണ് വിചാരിക്കുന്നതെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിനനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിലാണെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിലാണെങ്കിലും നടക്കാതുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആയത്തിൽ പറഞ്ഞത് വലില്ലാഹി മുൽക്കു സമാവാതി. ആകാശഭൂമിയുടെ മുഴുവൻ ആധിപത്യവും ആരുടെ കയ്യിലാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാകുന്നു. അപ്പൊ അള്ളാഹു അതുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്നത് ദിക്ർ എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അള്ളാഹുവേ, നീ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. നീ അള്ളാഹ് നമുക്ക് തരണ്ടെന്ന് വിചാരിച്ച് തടഞ്ഞു വെച്ചു എന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം അത് തടുക്കാൻ നൽകാൻ ആർക്കെങ്കിലും കഴിയും? വലാ മുഅ്തിയ, നൽകുന്നവനില്ല. വലാ മുഅ്തിയ, എന്ത് നൽകുന്നവനില്ല? ലിമാ മനഅത, നീ എന്താണ് റബ്ബേ തടഞ്ഞു വെച്ചത് അതിന് നൽകാൻ ആർക്കും കഴിയില്ല, നീ നൽകിയതിനെ തടയാനും ആർക്കും കഴിയില്ല. എത്ര നിർഭയമാണ് ഈ വിശ്വാസം, ആലോചിച്ച് നോക്കൂ. പിന്നെ എന്തിനാ വേറെ പേടിച്ച് നടക്കുന്നത് നമ്മൾ? നീ വിധിച്ചതിനെ തടുക്കുന്ന ഒരു ശക്തിയുമില്ല. അതാണ് അള്ളാഹിന്റെ വിധിന്റെ കാര്യമാണ് പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഖൈറും ഷർറും. അപ്പോൾ മനുഷ്യന്മാർ തെറ്റിപ്പോകുന്നത് മുഴുവൻ എന്തിൽ നിന്നാണ്? ഈ ഖൈറിൽ നിന്നും. ഖൈറും ഷർറും പഠിച്ചോനിൽ നിന്നാണെന്ന് ഈമാൻ കാര്യം നമ്മൾ അതിൻ്റെ അർക്കാനു സിത്ത, ഈമാനിന്റെ 6 ഘടകങ്ങളല്ലേ, അതിലൊരു ഘടകമാണിത്. ഇത് അവിടുന്ന് ഇവിടുന്ന് കിട്ടുമെന്ന് മനുഷ്യൻ വിചാരിക്കുകയാണ്, അതോടുകൂടി കാര്യം പോയില്ലേ. അപ്പോൾ
ഈ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിത്നത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ റസൂലിനോടാണ് പറയുന്നത്, ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ. ഉപകാരം ചെയ്തു കൊടുക്കാനും കഴിയില്ല, നമ്മളെ ഉപദ്രവിക്കാനും അവർക്ക് കഴിയില്ല. മനുഷ്യൻ പേടിക്കുന്ന ഉപദ്രവത്തെയല്ലേ, എന്നിട്ടാണ് അത് ഇതൊക്കെ ചെയ്യുന്നത്. നേർച്ച അല്ലേ, വഴിപാട്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തോളൂ, ഇനി ഒന്നും പറ്റണ്ട എന്നാ പറയാം. എന്തെങ്കിലും കൊടുത്തോളൂ, ഒന്നും പറ്റണ്ട, കൊടുക്കാൻ വന്ന് കൊടുത്തോളൂ. പക്ഷേ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണ്ട. ആരെങ്കിലും വരികയാണെങ്കിൽ പോയി ചായ അടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തോളൂ കേട്ടോ. നിനക്ക് തന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം പറ്റുമോ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യില്ല. അപ്പോൾ വിശ്വാസപരമായ സംഗതി, അല്ലാത്ത കൊടുതിയല്ല. മനുഷ്യന്മാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ വളരെ സീരിയസ് ആയൊരു സംഗതി തന്നെയാണെന്ത് റസൂലിനോടാ പറയുന്നത്. ഇനി രക്ഷപ്പെടുത്താൻ കഴിയും റസൂലിന്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് എന്താ പറഞ്ഞത്? യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മോള് ഫാത്തിമ. യാ ഫാത്തിമ ബിൻത മുഹമ്മദ് സലീനി മിമ്മാലി മാ ശിഅ്തി. ഉപ്പാന്റെ സ്വത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. എല്ലാം കൂട്ടി വെച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇല്ലേന്ന് തരാന്നാ പറയുന്നത്. റസൂലിന്റെ കയ്യിലുള്ള സ്വത്ത് എന്താ ഒന്നായിട്ടുണ്ടോ? ഇല്ല. സലീനി മിമ്മാലി മാ ശിഅ്തി. ഉപ്പാന്റെ മോള്, ഉപ്പാന്റെ ഇപ്പം നിലവിലുള്ള സ്വത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നീ ചോദിച്ചു. പിന്നെ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ നരകത്തുനിന്ന് കാത്തോ മോളെ എന്ന്. നീ ആരാ? ഞാൻ ഫാത്തിമ ബിൻത് മുഹമ്മദ്. എന്നാ സ്വർഗത്ത് പോയിക്കോ എന്ന് പറയും. എന്ത് പരിശോധിച്ചിട്ട് അവിടെ എല്ലാവരും അമലും തൂക്കണ മാതിരി ആരുടെ അമലും തൂക്കും? ഫാത്തിമ ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അമലും തൂക്കും. അവ നന്മയുടെ ആ തട്ട് കനം തൂങ്ങിയാൽ മാത്രമേ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അങ്ങനെ തന്നെയാണെങ്കിലേ രക്ഷയുള്ളൂ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ത്വാഇർ, നമ്മുടെ ശുഭാശുഭങ്ങൾ നമ്മുടെ കഴുത്തിലാണെന്ന് പറയുന്നത്. കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. എന്നിട്ട് പറയുന്നത് എന്താ? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. എല്ലാവർക്കും തുറന്ന് വായിക്കാൻ പറ്റുന്ന അവരുടെ ജീവിതരേഖ ഓരോ മനുഷ്യൻ കൊടുക്കും, ഒന്നും വിടാത്തത്. എന്നിട്ട് പഠിച്ചവൻ പറയും, ഇഖ്റ കിതാബക്, നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്ക്, നീ ചെയ്തതൊക്കെ അതിലുണ്ട്, ഒന്നും വിടാതെ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതും കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിലൊന്നും വിട്ടുപോയിട്ടില്ല എന്നാണ്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. മനുഷ്യ, നിന്നെ വിചാരണ ചെയ്യാൻ എന്ത് മതി? നിന്റെ ഈ ജീവിത രേഖ മതി. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ശുഭവും അശുഭവും കുരുത്തവും കുരുത്തക്കേടും ഈ പറയുന്ന സംഗതിയൊക്കെ. അല്ലാതെ ദിവസത്തിലേക്കോ ഏതെങ്കിലും വസ്തുവിലേക്കോ കാര്യങ്ങളിലേക്കോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ചേർത്ത് പറയേണ്ടതില്ല. നോക്കൂ, ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ. റസൂലിനോട് മകളോട് പറഞ്ഞതാണ്, അൻഖിദി നഫ്സകി മിനന്നാർ വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. അള്ളാഹിന്റെ അടുത്ത് നിന്ന് മോളെ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ ആർക്ക് കഴിയില്ല? ഈ ഉപ്പാക്ക് കഴിയില്ല. സ്വന്തം മോളെ സംബന്ധിച്ച് അള്ളാഹിന്റെ റസൂൽ അതാണ് പറഞ്ഞത് എങ്കിൽ ആലോചിച്ച് നോക്കുക. ലുക്മാൻ അലൈഹിസ്സലാം അങ്ങനെ പറയുന്നില്ല അല്ലേ? ശിർക്കിന്റെ കാര്യം, ആ ശിർക്കിന്റെ ഉപദേശിക്കണം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹ് ആരാണ് എന്ന് മോനെ പഠിപ്പിച്ചു കൊടുക്കുക. കുഞ്ഞു മോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബ മിൻ ഖർദലിൻ, ഒരു കടുകുമണി. ഖർദൽ എന്താ? ഒരു കടുകിൻ്റെ മണിയോളമുള്ള ഒന്ന്. ഫിസ്സമാവാത്തി ഔ ഫിൽ അർളി, ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാറയിടുക്കിലുണ്ടെങ്കിൽ അത് ആര് കൊണ്ടുവരും? യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എത്ര നേരിയ മുടിനാരിഴ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എത്ര സൂക്ഷ്മമായ, എന്നിട്ട് ലത്തീഫുൻ ഖബീർ എന്നാ പറയുന്നത് അതിൻ്റെ ആയത്തിന്റെ അവസാനം. അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന സൂക്ഷ്മജ്ഞനും ലത്തീഫ്, അവൻ നയജ്ഞനുമാകുന്നു. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ വലിയ സംഗതി മാത്രമേ പഠിച്ചോന്റെ കണ്ണിൽപ്പെടുള്ളൂ. ചെറിയ ചെറിയ കല്ലി വലിയ പെടുന്നു കരുതണ്ട. അതാണ് എത്ര ചെറുതും സൂക്ഷ്മവും വലുതും ആരുടെ ദൃഷ്ടിയിൽപ്പെടും? അള്ളാഹിന്റെ ദൃഷ്ടി. അത് പഠിച്ചോൻ കൊണ്ടുവരും മോനെ. അങ്ങനെയുള്ള അള്ളാഹുലാണ് നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലായിടത്തും ആരുണ്ട്? അള്ളാഹിന്റെ കണ്ണുണ്ട്. അവിടെ മറ്റേ CCTV ഉണ്ട് കരുതിക്കോ പറയുന്നത്. അതിനെക്കാട്ടിലും വലിയ ക്യാമറ അവിടെ ഘടിപ്പിച്ചു വെച്ചിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നീ എവിടെ ഉണ്ടോ അവിടെ പതിയിരിക്കുന്നുണ്ട്. ആര്? പഠിച്ചോ. നിങ്ങൾ ഇരുട്ടത്താണെങ്കിലും വെളിച്ചത്താണെങ്കിലും ഇങ്ങനെയുള്ള ഒരു വിശ്വാസം അള്ളാഹിനെ കുറിച്ചുണ്ടെങ്കിൽ മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കും? ജാഗ്രതയായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടെ ആരുമില്ല എന്ന്. അവിടെ ആരുമില്ലെങ്കിലും ആരുണ്ട്? അല്ലാഹു മഅയ്യത്തുല്ലാഹ് വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ആരുണ്ട്? അല്ലാഹു. അത് ആ ഈമാൻ തന്നെ നമ്മളെ മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടത്, നമുക്കും ഉണ്ടാക്കേണ്ടത്. അള്ളാഹിനെ കുറിച്ചുള്ള ഖുർആൻ പറഞ്ഞു തരുന്ന കൃത്യമായ അറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ പരലോകം, മരണാനന്തര ജീവിതം, അതാണ് ശാശ്വത ജീവിതം. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് മക്കളെ പഠിപ്പിക്കുക. അതല്ലാതെ വേറൊരു രക്ഷയില്ല. മക്കൾ ഏത് ജന്നാണെങ്കിലും നമ്മളും ന്യൂജൻ തന്നെയാണ്. ജനിക്കുമ്പോൾ നമ്മൾ പുതിയല്ലേ അല്ലേ? പ്രായമാകുമ്പോൾ എന്തെയും പഴയതാവും. എന്നിട്ട് കുട്ടികളെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് സംഗതി. അപ്പോൾ നോക്കൂ, ഉലൈകല്ലദീന, അത്തരം ആളുകൾ അല്ലേ? എടുത്ത് ഒരായത്ത് കഴിഞ്ഞിട്ടില്ലല്ലേ? ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുത്ഹിറ ഖുലൂബഹും. അത്തരക്കാരായ ആളുകൾ. ഏത്? മനസ്സിൽ തട്ടാതെ വായ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ആൾക്കാർ. മനസ്സിൽ തട്ടിയതായിരിക്കണമെന്ത്? ഈമാൻ, വിശ്വാസം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്വഭാവക്കാർ അവർ ഏറ്റവും കൂടുതൽ എന്താ കേൾക്കുന്നത്? വ്യാജമാണ് അവർ കേൾക്കുന്നത്. സമ്മാഉനലിൽ കദിബ് അക്കാലൂന ലിസ്സുഹത്ത്, അത് പറയുന്നു. ആ അടുത്ത ആയത്തില്ല പറയുന്നു കേട്ടോ, അടുത്ത ആയത്തില്ല. അപ്പോൾ ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുത്ഹിറ ഖുലൂബഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലം യുരിദില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ ആൾക്കാരെല്ലാം ശുദ്ധീകരിക്കാൻ. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്ത് വേണം? ഒരു താല്പര്യം വേണം. എന്നാ പഠിച്ചവൻ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സുകളെ ഏറ്റെടുത്ത് അവൻ അതിനെ ശുദ്ധീകരിക്കും. ലം യുരിദില്ലാഹു അൻ യുത്ഹിറ ഖുലൂബഹും ലഹും ഫിദ്ദുനിയാ ഖിസ്യ. അത്തരക്കാരായ ആളുകൾക്ക് ദുനിയാവിൽ എന്തുണ്ട്? നിന്ദ്യതയും ഖിസ്യ, അപമാനം. അവ ദുനിയാവിലുള്ള നിന്ദ്യതയും അപമാനവുമായിരിക്കും അത്തരക്കാരായ ആളുകൾക്കുണ്ടാകും. ദൈവധിക്കാരികളായ ആളുകൾക്ക് പഠിച്ചോൻ ആ ദുനിയാവിന്ന് കൊടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ദുനിയാവിൽ എന്തുണ്ട്? ഖിസ്യാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ, പള്ളികളെ തകർക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ ഖിസ്യുണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. അതിന് ശേഷം ആ പഠിച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്, നിന്ദ്യത കൊടുക്കും. പരലോകത്ത് പിന്നെന്തുണ്ട്? വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. ഭയാനകമായ, അലീം എന്ന് പറഞ്ഞാൽ ഭയാനകമായ, ഭീകരമായ ശിക്ഷ പരലോകത്തും പഠിച്ചോൻ അവർക്ക് നൽകുമെന്നാണ്. ഈ ദുനിയാവിൽ ഖിസ്യ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ദുആ ചെയ്യണം. പല നിലക്കും ദുനിയാവിൽ നിന്ദ്യത കടന്നു വരാം. അതുകൊണ്ടാണ് റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ദുനിയാവിലെ നിന്ദ്യത, പരലോകത്തും എന്തുണ്ടാകാൻ പാടില്ല? ഖിസ്യ
ഉണ്ടാക്കാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അതാണ്, റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസുൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹുവേ നീ എന്നെ നിന്ദ്യനാക്കരുതേ, ഖിസി എനിക്ക് നൽകരുതേ. ആ ദിവസം എന്താണ്? യൗമ ലാ തൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളും സമ്പത്തും ഒരു ഉപകാരവും ആ ലോകത്തു നിന്ന് നമുക്ക് ചെയ്തു തരൂല. നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, അതുകൊണ്ട് പരലോകത്തൊരു ഉപകാരം നമുക്ക് കിട്ടൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീം ഒരാളുടേതാകുക എപ്പോഴാണെന്നോ അള്ളാഹ് ആ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോഴേ എന്താകുള്ളൂ? ഖൽബുൻ സലീമാകും. ഈ ദുനിയാവിൽ അള്ളാഹ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു തന്നാലേ നമ്മുടെ മനസ്സെന്താകുള്ളൂ? ഖൽബുൻ സലീമാകും. ഇത്തരക്കാരായ ആളുകളുടെ ഖൽബ് സലീമാകും ഇല്ല. കാരണം അള്ളാഹ് തന്നെ പറയാണ്, ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ ഹൃദയങ്ങളെ ഒരിക്കലും ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കൂടി അള്ളാഹിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. മനസ്സിനെ ദീനിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി അള്ളാഹിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വിധത്തിൽ എൻ്റെ മനസ്സിനെ നീ പരുവപ്പെടുത്തേണമേ, അതിനെ നീ കൈകാര്യം ചെയ്യണേ റബ്ബേ എന്ന് ആരോടും പറയണം? അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണം. ഈ ദീനിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനും അള്ളാഹിനോട് ദുആ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ദുനിയാവിൽ എന്തില്ല? ഖിസിയില്ല. പരലോകത്തും എന്തില്ല? ഖിസിയില്ല. നിന്ദിതയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനമല്ല അഭിമാനമാണ് നമ്മുടെ വിശ്വാസം കൊണ്ടും ദീന് കൊണ്ടും കർമ്മം കൊണ്ടും നമുക്ക് ഉണ്ടാവുക. ഈ ആയത്ത് കുറച്ച് വലിയ ആയത്തല്ലേ, അതൊന്ന് പതുക്കെ ഓതി വെക്കാം നമുക്ക്. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലൂ ആമന്നാ من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلم من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروا ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ജൂതന്മാരായ ആളുകൾ അവരുടെ സംഗതിയായി പറയുന്നത്, അവർ ഈ വേദവാക്യങ്ങളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിമറിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം, അതിൻ്റെ ഒരു സബബുൻ നുസൂൽ തഫ്സീറുകളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവർക്കിടയിൽ തന്നെ ഉള്ള, ഇപ്പോൾ ജൂതന്മാരിൽപ്പെട്ട ഒരു സ്ത്രീയും പുരുഷനും എന്ത് ചെയ്തു? വ്യഭിചരിച്ചു. അപ്പോൾ അവരുടെ വേദപ്രകാരം, തൗറാത്ത് പ്രകാരം വിധി നടപ്പാക്കാണ് വേണ്ടത്. തൗറാത്തിലുള്ളത് അവരെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. അപ്പം അങ്ങനെ കാര്യപ്പെട്ട പ്രമാണിമാരായ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഇത്തരം വിധികൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള പല ഉപാധികളും അവരെങ്ങനെ തേടിക്കൊണ്ടിരുന്നു. അവരിങ്ങനെ കൂടിയാലോചിച്ച് പറഞ്ഞു, ഏതായാലും ഇപ്പം നമ്മുടെ പ്രമാണം അനുസരിച്ചല്ല, പ്രവാചകനാണെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിൻ്റെ അടുത്ത് പോയി ഇതിൽ നിങ്ങളൊരു വിധി തീർപ്പ് കൽപ്പിക്കണം എന്ന് നബിയോട് ആവശ്യപ്പെടാം. അപ്പോൾ റസൂലിൻ്റെ അടുത്ത് ചെന്നു. റസൂലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളുടെ പ്രമാണം അനുസരിച്ച് തന്നെ ആക്കാം, എറിഞ്ഞു കൊല്ലണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ ഇല്ല, ഞങ്ങൾ പ്രമാണത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അത് കൊണ്ടുവരാൻ പറഞ്ഞു, തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു പണ്ഡിതനോട് ആ ഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞു. ശിക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ അയാൾ എറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന വിശദീകരിക്കുന്ന ഭാഗത്ത് കൈവച്ചു, മറച്ചു വെച്ചു. അവിടുന്ന് അങ്ങോട്ട് വായിച്ചു. അപ്പോൾ നബി പറഞ്ഞു കൈ ഉയർത്ത്. അവിടെ മുഴുവൻ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തുണ്ട്? എറിഞ്ഞു കൊല്ലണം. മാത്രമല്ല അവരിൽപ്പെട്ട മറ്റുള്ള ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ വേദത്തിൽ ഇങ്ങനല്ലേ, തൗറാത്തിൽ ഇങ്ങനല്ലേ, ഇങ്ങനെ വ്യഭിചരിച്ച ആൾ എറിഞ്ഞു കൊല്ലണം എന്നല്ലേ നിങ്ങളുടെ നിയമം പഠിപ്പിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം ജൂതമതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്നാണ്, അങ്ങനെ തന്നെയാണല്ലോ നബിയെ എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ശിക്ഷയാണ് അവിടെ നടപ്പിലാക്കിയത്. ആരുടെ ശിക്ഷ? അവരുടെ തന്നെ വേദഗ്രന്ഥത്തിലുള്ള, അതിനനുസരിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിച്ച ആ ശിക്ഷ തന്നെ അവിടെ നടപ്പിലാക്കി. അതാണ് പറഞ്ഞത്, ഈ വേദപുസ്തകത്തിലെ ആയത്തുകളെയും സൂക്തങ്ങളെയും സ്വന്തം താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് അവർ എന്ത് ചെയ്തിരുന്നു? മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെന്തിനാ നമുക്ക് പറഞ്ഞു തരുന്നു? ഇതെന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മളും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. മാത്രമല്ല റസൂല് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മളെക്കുറിച്ച്, നമ്മൾ കരുതാൻ വേണ്ടി. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യും. അവരെങ്ങാനും ഒരു ഉടുമ്പിൻ്റെ മാളത്തിലാണ് കയറുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അവർ കയറിയില്ല, നമ്മൾക്കും കയറാം. മനുഷ്യനതാ നോക്കാം, അവർ ചെയ്തില്ല നമുക്കും ചെയ്യാം എന്നതായിരിക്കും ഒന്ന് മാനദണ്ഡം. അങ്ങനെയല്ല, നമ്മുടെ മാനദണ്ഡം എന്താകണം? അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, വിശുദ്ധ ഖുർആനിലുണ്ടോ, പ്രവാചകന്റെ സുന്നത്തിലുണ്ടോ എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ശരിക്ക് ഈ ജൂതന്മാർ ചെയ്ത സംഗതി അതേപോലെ ചെയ്യുന്നത് നമ്മളുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്താ? ഖുർആന്റെ വചനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അവർ ചെയ്ത ഏറ്റവും വലിയൊരു സംഗതിയാണ് ഖുർആന്റെ ആയത്തുകൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ആയത്തുകളെ തന്നെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിച്ചുകൊണ്ടൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, തങ്ങളുടെ ആശയങ്ങളിലേക്കും തങ്ങളുടെ താല്പര്യങ്ങളിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കാലഘട്ടത്തിൽ കരുതിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥ, കരുണാമയനെ, നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. നിങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.